വെൽക്കം ടു ജസീസ് കിച്ചൺ. ഇന്ന് ഞാൻ നല്ലൊരു ജീര റൈസ് ആണ് കാണിക്കുന്നത്. ഇപ്പോൾ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ജീര റൈസ് ആണ്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ഐക്കണും കൂടി ഒന്ന് ഇനേബിൾ ചെയ്ത് കൊടുക്കുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി കൊടുത്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓൾ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ അതിനു വേണ്ടി ഞാൻ കുറച്ച് ബസുമതി റൈസ് അരമണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ട്. കുതിർത്ത് വെച്ച് അരമണിക്കൂറിന് ശേഷം ഞാൻ ഇതൊന്ന് വാഷ് ചെയ്ത് വെള്ളമൊക്കെ ഒഴിവാക്കി എടുത്തതാണ്. ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ചൂടാക്കി എടുക്കണം. അപ്പോൾ വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന റൈസ് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഈ റൈസ് ഒരു 80% കുക്കായി വരുമ്പോൾ നമുക്കിത് ഊറ്റിയെടുക്കണം. ജീര റൈസ് ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ റൈസ് അധികം കുക്കായി പോകാൻ പാടില്ല. റൈസൊക്കെ 50%-ഓളം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൈവച്ചൊക്കെ ഒന്ന് ഇടയ്ക്ക് പൊട്ടിച്ചൊക്കെ നോക്കുക, വെന്ത് പോയിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കുക. അപ്പോൾ നമ്മൾ അരി കടിക്കാതെ നോക്കണം. ഒരു 80% കുക്കായ ശേഷം നമുക്കിത് ഊറ്റിയെടുക്കണം. കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. ഊറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഒന്നും കൂടി ഒഴിച്ച് കൊടുത്തൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. നമുക്ക് ഇത് ഊറ്റിയെടുക്കാം. എന്നിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഊറ്റിയെടുത്ത ശേഷം നമ്മളൊരു പ്ലേറ്റ് പോലുള്ള പാത്രത്തിലേക്ക് ഇത് പരത്തി ഇട്ട് കൊടുക്കണം. തമ്മിൽ ഒട്ടി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഞാൻ 2 പ്ലേറ്റിലേക്കാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് ചൂടാറി വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ റൈസ് എല്ലാം നന്നായി ചൂടാറി വന്നിട്ടുണ്ട്, എല്ലാം വിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു നോൺ സ്റ്റിക്ക് പാൻ എടുക്കാം. അതിലേക്ക് ഒരു 3 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. ഞാനൊരു ടീസ്പൂൺ ഡാൽഡയും 2 ടീസ്പൂൺ RKG ഗീയുമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. നെയ്യ് ഒഴിച്ചപാട് തന്നെ നമ്മൾ ജീരകം ഇട്ട് കൊടുക്കുക. നെയ്യ് ചൂടായി വരുന്നൊന്നുമില്ല, അതിൻ്റെ മുൻപ് തന്നെ ഇട്ട് കൊടുക്കാം. എന്നാലേ ജീരകത്തിൻ്റെ ഒരു ഫ്ലേവറൊക്കെ നെയ്യിലേക്ക് പിടിക്കുകയുള്ളൂ. ജീരകം ഒന്ന് പൊട്ടി വന്ന ശേഷം നമുക്ക് റൈസും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ അധികം മിക്സ് ചെയ്ത് റൈസ് പൊട്ടി പോവാതെ ശ്രദ്ധിക്കണം. ജീരകവും നെയ്യൊക്കെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ പാത്രം വെച്ച് ഇങ്ങനെ കൈകൊണ്ട് മറച്ചിട്ടാലും മതി. അതാവുമ്പോൾ നമ്മുടെ റൈസ് ഒന്നും ഉടഞ്ഞു പോവില്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന റൈസാണ്. അപ്പോൾ കഴിക്കാനും നല്ലൊരു ടേസ്റ്റാണ്. ജീരകത്തിൻ്റെ ഫ്ലേവറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന നല്ലൊരു റൈസാണ്. നന്നായി മിക്സ് ചെയ്ത ശേഷം ഒരു 4 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് ഒന്നും കൂടിയും കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ റൈസൊക്കെ നന്നായിട്ട് വിട്ട് വരും. നമ്മൾ റൈസ് കുക്ക് ചെയ്യുമ്പോൾ ഇതിലേക്ക് ഉപ്പ് ചേർത്തതാണ്. അപ്പോൾ ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ജീര റൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൈസാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.
എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റൈസാണ്. അപ്പോൾ ഇതിന് കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ നല്ല ദാൽ ഫ്രൈ ആണ് ഇതിന് കറക്റ്റ് കോമ്പിനേഷൻ. നല്ലൊരു പഞ്ചാബി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുന്നേ ദാൽ ഫ്രൈയിൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കാണുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. ഇനിയും പുതിയ പുതിയ റെസിപ്പികളും വീഡിയോസുമായി വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക്സ് ഫോർ വാച്ചിങ്.